ോട് മല്ലിട്ട് കേരളത്തിന്റെ മണ്ണിലേക്കെത്തിയ ആ യാത്ര അന്നുവരെയുള്ള ലോക വ്യാപാര ഭൂപടത്തെ കീറിമുറിച്ച ഒന്നായിരുന്നു. ഇന്നത്തെ കാലത്ത് നമുക്കൊരു ഫ്ലൈറ്റിൽ കയറിയാൽ മണിക്കൂറുകൾ കൊണ്ട് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലെത്താം. എന്നാൽ അന്ന് ഭൂപടത്തിൽ പോലുമില്ലാത്ത വഴികളിലൂടെ ഒരു തിരിച്ചുവരവ് സാധ്യമാണോ എന്നുപോലും ഉറപ്പില്ലാത്ത ഒരു യാത്രയായിരുന്നു അത്. ഈ കഥയിലെ നായകൻ, അല്ലെങ്കിൽ ചിലർക്ക് വില്ലൻ, പോർച്ചുഗലിലെ വാസ്കോ ഡ ഗാമയാണ്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഒന്നു മാത്രം: ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ, പ്രത്യേകിച്ച് കുരുമുളക്, നേരിട്ട് യൂറോപ്പിലെത്തിക്കുക. അതിലൂടെ പോർച്ചുഗലിനെ ലോകത്തിലെ വമ്പൻ ശക്തിയാക്കി മാറ്റുക. ഒന്നാലോചിച്ചു നോക്കൂ, ചുറ്റും അനന്തമായ കടൽ, എങ്ങോട്ട് പോകണമെന്നറിയാതെ ദിശ കാണിക്കാൻ നക്ഷത്രങ്ങൾ മാത്രം. കുടിവെള്ളം തീരുന്നു, കൂടെയുള്ളവർ രോഗം വന്ന് മരിക്കുന്നു, എങ്കിലും മുന്നോട്ട് തന്നെ കുതിക്കുന്ന കപ്പലുകൾ. കൊടുങ്കാറ്റുകളും ചതികളും അതിജീവിച്ച് അവർ എങ്ങനെ ഇവിടെ എത്തി എന്നത് രോമാഞ്ചം തരുന്നൊരു കഥയാണ്. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം: നിങ്ങൾ ഈ രാത്രി യാത്രകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത്, ഇപ്പോൾ അവിടെ എത്ര സമയമായി എന്നതിനെക്കുറിച്ച് ഒരു കമൻ്റ് ഇടുക. കാരണം ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ കഥ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ആ ഫാൻ ഓൺ ചെയ്യുക. ഇന്ന് രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമ്മുടെ കഥ തുടങ്ങുന്നത് 1497 പോർച്ചുഗലിലാണ്. തലസ്ഥാനമായ ലിസ്ബണിലെ തെരുവുകളിൽ വല്ലാത്തൊരു തിരക്കും ബഹളവുമാണ്. എവിടെ നോക്കിയാലും കപ്പൽ ജോലിക്കാരും സാധനങ്ങൾ ചുമക്കുന്നവരും രാജകീയ ഭടന്മാരുമാണ്. ടാഗസ് നദിയുടെ തീരത്ത് വെയിലത്ത് തിളങ്ങി നിൽക്കുന്ന 4 കൂറ്റൻ കപ്പലുകൾ കാണാം. അവ വെറുതെ കിടക്കുകയല്ല, ഒരു ചരിത്ര ദൗത്യത്തിന് തയ്യാറെടുക്കുകയാണ്. പോർച്ചുഗലിലെ രാജാവ് മാനുവൽ ഒന്നാമന് ഉറക്കമില്ലാത്ത രാത്രികളാണിപ്പോൾ. കാരണം ലളിതമാണ്: പണം. അക്കാലത്ത് യൂറോപ്പിൽ കുരുമുളകിനും കറുവപ്പട്ടയ്ക്കും സ്വർണത്തേക്കാൾ വിലയുണ്ട്. പക്ഷേ ഈ സാധനങ്ങളെല്ലാം യൂറോപ്പിലെത്തുന്നത് അറബ് വ്യാപാരികൾ വഴിയും വെനീസ് വഴിയുമാണ്. ഇടനിലക്കാർക്ക് കൊടുത്ത് പോർച്ചുഗലിന്റെ ഖജനാവ് കാലിയാകുന്നു. ഇന്ത്യയിലേക്ക് കടൽ മാർഗം ഒരു വഴി കണ്ടുപിടിച്ചാൽ ഈ ലാഭം മുഴുവൻ പോർച്ചുഗലിന് സ്വന്തമാക്കാം. പക്ഷേ അതത്ര എളുപ്പമല്ല. ലിസ്ബണിലെ തുറമുഖത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന കപ്പലുകൾക്കരികിലൂടെ ഗൗരവക്കാരനായ ഒരാൾ നടക്കുന്നുണ്ട്. അതാണ് വാസ്കോ ഡ ഗാമ. ഒരു വലിയ ചിരിയൊന്നും മുഖത്തുള്ള ആളല്ല അദ്ദേഹം. കപ്പലിലെ ഓരോ മരപ്പലകയും ഉറപ്പുള്ളതാണോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കുന്നുണ്ട്. പലരും ചോദിച്ചു, എന്തിനാണ് ഗാമയെ ഈ ദൗത്യം ഏൽപ്പിച്ചതെന്ന്. കാരണം ഗാമ അന്നത്തെ ഏറ്റവും വലിയ നാവികനൊന്നും ആയിരുന്നില്ല. പക്ഷെ രാജാവിനറിയാം, ഈ യാത്രയ്ക്ക് വേണ്ടത് കപ്പലോടിക്കാൻ അറിയുന്നവനെ മാത്രമല്ല, ഏത് പ്രതിസന്ധിയിലും തളരാത്ത, കടുപ്പമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ മടിയില്ലാത്ത ഒരു പോരാളിയെയാണെന്ന്. ഗാമ അത്തരക്കാരനാണ്. രാജാവ് മാനുവൽ ഗാമയെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചപ്പോൾ മുട്ടുകുത്തി നിന്ന് ഗാമ ആ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. സമുദ്രങ്ങൾ എനിക്ക് വഴങ്ങിയില്ലെങ്കിൽ ഞാൻ അവയെ കീഴ്പ്പെടുത്തും എന്ന ഭാവമാണ് ഗാമയുടെ കണ്ണുകളിൽ. നമുക്ക് ആ കപ്പലുകളൊന്ന് അടുത്ത് കാണാം. 4 കപ്പലുകൾ. അതിൽ പ്രധാനപ്പെട്ടത് സാവോ ഗബ്രിയേലാണ്, ഗാമയുടെ കമാൻഡ് ഷിപ്പ്. ഏകദേശം 27 മീറ്റർ നീളമുണ്ടിതിന്. ഇന്നത്തെ വലിയ ക്രൂയിസ് കപ്പലുകളുമായി താരതമ്യം ചെയ്താൽ ഇത് വളരെ ചെറുതാണ്. പക്ഷേ അക്കാലത്ത് ഇതൊരു ഭീമനാണ്. 3 വലിയ പായ്മരങ്ങളുണ്ട് ഗബ്രിയേലിന്. കാറ്റിനെ പിടിച്ചുകെട്ടാൻ പാകത്തിന് വിരിച്ച വലിയ പായകളിൽ പോർച്ചുഗലിന്റെ ചുവന്ന കുരിശു ചിഹ്നം വരച്ചു ചേർത്തിരിക്കുന്നു. രണ്ടാമത്തെ കപ്പൽ സാവോ റാഫേൽ. ഇതിന്റെ ക്യാപ്റ്റൻ ഗാമയുടെ സ്വന്തം ചേട്ടൻ പൗലോ ഡ ഗാമയാണ്. ചേട്ടനും അനിയനും ചേർന്നാണ് ഈ വലിയ ചൂതാട്ടത്തിനിറങ്ങുന്നത്. മൂന്നാമത്തേത് ബെറിയോ എന്നു പേരുള്ള അല്പം വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ചെറിയ കപ്പലാണ്. 4മത്തേത് പേര് പോലുമില്ലാത്ത ഒരു സ്റ്റോർ ഷിപ്പാണ്. അതിൽ നിറയെ ഭക്ഷണവും വെള്ളവുമാണ്. തുറമുഖത്ത് നടക്കുന്ന ഒരുക്കങ്ങൾ കണ്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകും. ഒരു നീണ്ട യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പല്ല, മറിച്ച് ഒരു യുദ്ധത്തിനുള്ള ഒരുക്കമാണ് നടക്കുന്നത്. പീരങ്കികൾ കപ്പലിന്റെ വശങ്ങളിൽ ഉറപ്പിക്കുന്നു. വെടിമരുന്നും തിരകളും പെട്ടികളിലാക്കി സൂക്ഷിക്കുന്നു. പക്ഷേ ഏറ്റവും വലിയ വെല്ലുവിളി ഇതൊന്നുമല്ല, ഭക്ഷണമാണ്. 10 മാസമോ ചിലപ്പോൾ വർഷങ്ങളോ എടുത്തേക്കാവുന്ന യാത്രയാണ്. കടലിൽ സൂപ്പർ മാർക്കറ്റുകളില്ലല്ലോ. അതുകൊണ്ട് കേടുകൂടാത്ത ഭക്ഷണം കരുതണം. വലിയ വീപ്പകളിൽ ഉപ്പിട്ട ഉണക്കമാംസം, പന്നിയും പോത്തുമെല്ലാം ഇതിൽപ്പെടും. അവർ കപ്പലിലേക്ക് കയറ്റുന്നു. കപ്പലിലെ അറകൾക്കുള്ളിൽ നിന്ന് ഇതിനകം തന്നെ ഉപ്പിന്റെയും മരത്തിന്റെയും മണം വരുന്നുണ്ട്.
ഏറ്റവും രസകരമായ കാര്യം ബിസ്ക്കറ്റുകളാണ്. നമ്മൾ ചായയിൽ മുക്കി കഴിക്കുന്ന ബിസ്ക്കറ്റല്ല, ഹാർഡ് ടാക്ക് എന്ന് വിളിക്കുന്ന കല്ലുപോലെ ഉറപ്പുള്ള ഉണങ്ങിയ റൊട്ടി കഷ്ണങ്ങൾ. വെള്ളം തൊടാതെ വർഷങ്ങളോളം ഇരുന്നാലും അത് കേടാവില്ല. പക്ഷെ കഴിക്കണമെങ്കിൽ സൂപ്പിലോ വെള്ളത്തിലോ ഇട്ട് കുതിർക്കണം. ചാക്കുകൾ കണക്കിന് ഇത്തരം ബിസ്ക്കറ്റുകൾ അവർ കപ്പലിന്റെ അടിത്തട്ടിൽ അടുക്കി വയ്ക്കുന്നു. പിന്നെ വേണ്ടത് വെള്ളമാണ്. പക്ഷെ ശുദ്ധജലം അധികനാൾ കേടുകൂടാതെ ഇരിക്കില്ല. അതുകൊണ്ട് അവർ കരുതിയത് വീപ്പ കണക്കിന് വൈനാണ്. വെള്ളത്തേക്കാൾ കൂടുതൽ കാലം നിൽക്കും. മാത്രമല്ല, നാവികർക്കിതൊരു ആശ്വാസവുമാണ്. കപ്പലിലെ പാചകക്കാരൻ സാധനങ്ങളുടെ ലിസ്റ്റ് നോക്കി നെടുവീർപ്പിടുന്നുണ്ട്. ഉള്ളി, വെളുത്തുള്ളി, ഉണക്കിയ പയർവർഗ്ഗങ്ങൾ, എണ്ണ, വിനാഗിരി എല്ലാം അളന്ന് തിട്ടപ്പെടുത്തി കയറ്റുകയാണ്. ഇതെല്ലാം പോരാഞ്ഞിട്ട് രാജാവ് കൊടുത്തയച്ച വലിയ സമ്മാനപ്പൊതികളുമുണ്ട്. ഇന്ത്യയിലെ രാജാക്കന്മാരെ കയ്യിലെടുക്കാൻ വിലപിടിപ്പുള്ള തുടിത്തരങ്ങൾ, കണ്ണാടികൾ, ആഭരണങ്ങൾ എന്നിവയും കപ്പലിലെ സുരക്ഷിതമായ അറകളിൽ വയ്ക്കുന്നു. ഗാമ ഇടയ്ക്കിടെ വന്ന് ഭൂപടങ്ങൾ പരിശോധിക്കുന്നു. അന്നത്തെ ഭൂപടങ്ങൾ ഇന്നത്തെ പോലെയല്ല. ആഫ്രിക്കയുടെ പകുതി വരെ മാത്രമേ കൃത്യമായി വരച്ചിട്ടുള്ളൂ. ബാക്കി ഭാഗം ഊഹമാണ്. ഇവിടെ ഡ്രാഗണുകളുണ്ട് എന്ന് പഴയ ഭൂപടങ്ങളിൽ എഴുതിയതുപോലെ മുന്നോട്ടു പോകുന്തോറും കടൽ കൂടുതൽ അപകടകാരിയാകുമെന്ന് എല്ലാവർക്കും അറിയാം. ലിസ്ബണിലെ ജനങ്ങൾ ഈ കാഴ്ച കണ്ട് മാറി നിന്ന് മന്ത്രിക്കുന്നുണ്ട്. പലരും പറയുന്നത് ഇതൊരു ആത്മഹത്യാപരമായ യാത്രയാണെന്നാണ്. ഇരുണ്ട കടൽ എന്നാണ് അവർ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളെ വിളിക്കുന്നത്. അവിടെ തിളച്ചുമറിയുന്ന വെള്ളമാണെന്നും കപ്പലുകളെ വിഴുങ്ങുന്ന രാക്ഷസന്മാരുണ്ടെന്നും സാധാരണക്കാർ വിശ്വസിക്കുന്നു. എന്നാൽ ഗാമയുടെ മുഖത്ത് ഭയമില്ല. അദ്ദേഹം തന്റെ നാവികരോട് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. നമ്മൾ പോകുന്നത് ചരിത്രം കുറിക്കാനാണ്. ഭീരുക്കൾക്കുള്ള സ്ഥലമല്ല എന്റെ കപ്പൽ. ആ കൂട്ടത്തിൽ പലതരം ആളുകളുണ്ട്. പരിചയസമ്പന്നരായ നാവികർ മാത്രമല്ല, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളും ആ കൂട്ടത്തിലുണ്ട്. ഡെഗ്രഡാദോസ് എന്നാണ് അവരെ വിളിക്കുന്നത്. ഏറ്റവും അപകടം പിടിച്ച ജോലികൾ ചെയ്യാനും അപരിചിതമായ കരകളിൽ ആദ്യമിറങ്ങി പരിശോധിക്കാനുമാണ് അവരെ കൊണ്ടുവരുന്നത്. മരിച്ചാൽ ആർക്കും നഷ്ടമില്ലാത്ത, ജീവിതം കൈവിട്ടുപോയ ജന്മങ്ങൾ. അവർക്കിതൊരു അവസാന അവസരമാണ്. ജയിച്ചാൽ സ്വാതന്ത്ര്യം, തോറ്റാൽ മരണം. യാത്ര പുറപ്പെടുന്നതിന്റെ തലേ ദിവസം രാത്രി അവിടെ പാട്ടും നൃത്തവുമില്ല. എല്ലാവരും പ്രാർത്ഥനയിലാണ്. ലിസ്ബണിലെ നദീതീരത്തുള്ള ചെറിയൊരു ചാപ്പലിൽ ഗാമയും സംഘവും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു. മെഴുകുതിരി വെളിച്ചത്തിൽ അവരുടെ മുഖങ്ങൾ മങ്ങിക്കാണാം. തിരിച്ചുവരുമോ എന്ന് ആർക്കും ഉറപ്പില്ലാത്തതുകൊണ്ട് അത് തങ്ങളുടെ അവസാനത്തെ കുമ്പസാരമാണെന്ന് പലരും ഉള്ളിൽ ഭയക്കുന്നുണ്ട്. രാജാവ് മാനുവൽ പോലും ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനെത്തിയിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ കുന്തിരിക്കത്തിന്റെ ഗന്ധവും മന്ത്രോച്ചാരണങ്ങളുടെ മുഴക്കവും മാത്രം. നേരം വെളുത്തു. 1497 ജൂലൈ 8 ഞായറാഴ്ച. ലിസ്ബൺ നഗരം മുഴുവൻ കടൽ തീരത്തേക്ക് ഒഴുകിയെത്തുകയാണ്. ഒരു ആഘോഷത്തേക്കാൾ ഉപരി ഒരു വിലാപയാത്ര പോലെയാണത് തോന്നിക്കുന്നത്. അമ്മമാർ മക്കളെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഭാര്യമാർ ഭർത്താക്കന്മാരെ യാത്രയാക്കുന്നു. ആൾക്കൂട്ടത്തിൽ നിന്നൊരു നിലവിളി പോലെ പ്രാർത്ഥനകൾ ഉയരുന്നുണ്ട്. റെസ്റ്റെല്ലോ എന്നറിയപ്പെടുന്ന ആ കടൽ തീരമെന്ന് കണ്ണീരുപ്പുകൊണ്ട് നനഞ്ഞു. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നൊരു വൃദ്ധൻ വിളിച്ചു കൂവുന്നുണ്ട്. അഹങ്കാരം, വെറും അഹങ്കാരം. ദൈവമേ, ഈ പാവങ്ങളെ എന്തിനാണ് മരണത്തിലേക്ക് പറഞ്ഞയക്കുന്നത് എന്ന്. ഈ രംഗം കണ്ട് കപ്പലിലെ കടുപ്പക്കാരനായ നാവികരുടെ കണ്ണുപോലും നിറയുന്നുണ്ട്. പക്ഷെ ഗാമയുടെ മുഖത്ത് അപ്പോഴും മാറ്റമില്ല. വികാരങ്ങളെല്ലാം ഉള്ളിലൊതുക്കി അദ്ദേഹം നിൽക്കുന്നു. രാജാവിനെ വണങ്ങി അദ്ദേഹം തന്റെ കപ്പലായ സാവോ ഗബ്രിയേലിലേക്ക് കയറുന്നു. പിന്നാലെ മറ്റുള്ളവരും. നങ്കൂരമുയർത്താനുള്ള ആജ്ഞ മുഴങ്ങുന്നു. ഉയർത്തു എന്ന ഗർജനം കേൾക്കുമ്പോൾ തുരുമ്പിച്ച ചങ്ങലകൾ വലിയ ശബ്ദത്തോടെ കപ്പലിന്റെ മുകളിലേക്ക് ചുരുളഴിയുന്നു. കാറ്റ് പായകളെ തഴുകി തുടങ്ങുമ്പോൾ കുരിശടയാളം വെച്ച ആ ഭീമൻ കപ്പലുകൾ മെല്ലെ നീങ്ങി തുടങ്ങുന്നു. ടാഗസ് നദിയിലൂടെ ഒഴുകി വിശാലമായ സമുദ്രത്തിലേക്ക് അവർ നീങ്ങുകയാണ്. കരയിൽ നിൽക്കുന്നവർ കൈവീശി കാണിക്കുന്നു. കപ്പൽ അകലും തോറും ലിസ്ബണിലെ 7 മലകളും വലിയ കൊട്ടാരങ്ങളും പള്ളികളും ചെറിയ പൊട്ടുകൾ പോലെയാകുന്നു. ഒടുവിൽ കര പൂർണ്ണമായും കാഴ്ചയിൽ നിന്ന് മറയുന്നു. ഇനി ചുറ്റും നീലവിരിച്ച കടൽ മാത്രം. ആകാശവും കടലും കൂട്ടിമുട്ടുന്ന ചക്രവാളം മാത്രം മുന്നിൽ. അവർക്ക് പരിചിതമായ ലോകം, അവരുടെ വീട്, സുരക്ഷിതത്വം എല്ലാം പിന്നിൽ മാഞ്ഞുപോയിരിക്കുന്നു. ഇനി മുന്നിലുള്ളത് അജ്ഞാതമായ, ആരും സഞ്ചരിക്കാത്ത വഴികളാണ്. പേടിയും ആകാംക്ഷയും നിറഞ്ഞ മനസ്സുമായി അവർ അറ്റ്ലാന്റിക്കിന്റെ ആഴങ്ങളിലേക്ക് തങ്ങളുടെ കപ്പലിന്റെ മൂക്ക് തിരിക്കുന്നു. പോർച്ചുഗലിന്റെ തീരം വിട്ട് നമ്മുടെ കപ്പലുകൾ ഇപ്പോൾ തെക്കോട്ട് നീങ്ങുകയാണ്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയി.
കാനറി ദ്വീപുകളുടെ വശങ്ങളിലൂടെ അവർ സാവധാനം യാത്ര തുടർന്നു. പരിചയമുള്ള വഴികളാണ്, ആകാശം തെളിഞ്ഞതാണ്. നാവികർക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ കേപ്പ് വെർദെ ദ്വീപുകളിലെത്തി. അവിടെ നങ്കൂരമിട്ട് വീണ്ടും കുറച്ച് ഇറച്ചിയും വിറകും പച്ചക്കറികളുമൊക്കെ ശേഖരിച്ചു. ഇനിയാണ് യഥാർത്ഥ പരീക്ഷണം തുടങ്ങുന്നത്. അതുവരെ അവർ സഞ്ചരിച്ചത് ആഫ്രിക്കയുടെ തീരത്തോട് ചേർന്നായിരുന്നു. കര കണ്ണിന്റെ വെട്ടത്തുണ്ടെങ്കിൽ നാവികർക്കതൊരു ധൈര്യമാണ്. എന്തെങ്കിലും പറ്റിയാൽ നീന്തിയെങ്കിലും കരപറ്റാമല്ലോ. എന്നാൽ കേപ്പ് വെർദെയിൽ നിന്ന് കപ്പൽ നീങ്ങിയപ്പോൾ വാസ്കോ ഡ ഗാമ ഒരു വിചിത്രമായ ഉത്തരവ് നൽകി. കപ്പലുകൾ കിഴക്കോട്ട് ആഫ്രിക്കൻ തീരത്തേക്ക് തിരിക്കണ്ട, പകരം പടിഞ്ഞാറോട്ട് നടുക്കടലിലേക്ക് തിരിക്കുക. നാവികർ ഞെട്ടിപ്പോയി. കാരണം പടിഞ്ഞാറ് ബ്രസീലും അമേരിക്കയുമാണ്. അന്നവർക്കതറിയില്ലെങ്കിലും ഇന്ത്യ കിഴക്കാണ്. പിന്നെന്തിന് വിപരീത ദിശയിൽ പോകണം? ഗാമയ്ക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ആഫ്രിക്കൻ തീരത്ത് വീശുന്ന കാറ്റ് കപ്പലുകളെ മുന്നോട്ട് നീങ്ങാൻ സമ്മതിക്കില്ല. അവിടെ ശക്തമായ അടിയൊഴുക്കുകളുണ്ട്. അതിനെ മറികടക്കണമെങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുവിലൂടെ വീശുന്ന അനുകൂലമായ കാറ്റിനെ പിടിക്കണം. ഒരു വലിയ വളവെടുത്ത് വില്ലിൽ നിന്ന് വിട്ട അമ്പുമൂലെ തിരികെ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തുക. ഇതാണ് പ്ലാൻ. പക്ഷേ ഇതൊരു ഭ്രാന്തൻ പ്ലാനാണെന്ന് പലർക്കും തോന്നി. അങ്ങനെ അവർ പരിചിതമായ കരയോട് വിട പറഞ്ഞു. കപ്പലിന്റെ മുൻഭാഗം പടിഞ്ഞാറോട്ട് തിരിഞ്ഞു. നോക്കെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രം മാത്രം. പതിയെ പതിയെ വടക്കൻ ചക്രവാളത്തിൽ നിന്ന് ധ്രുവനക്ഷത്രം അപ്രത്യക്ഷമായി. അന്നത്തെ നാവികർ ദിശ കണ്ടുപിടിക്കാൻ ആശ്രയിച്ചിരുന്ന ഒരേയൊരു സ്ഥിരമായ നക്ഷത്രമാണത്. അതിനെ കാണാതായതോടെ വലിയൊരു ശൂന്യതയിലേക്ക് വീഴുന്നത് പോലെ അവർക്ക് തോന്നി. പകരം തെക്കൻ ആകാശത്ത് അപരിചിതമായ പുതിയ നക്ഷത്രക്കൂട്ടങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി. ചുറ്റും വെള്ളം മാത്രം. ആകാശത്ത് സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ഇടയ്ക്ക് മഴ പെയ്യുന്നു. അതല്ലാതെ വേറെ മാറ്റങ്ങളൊന്നുമില്ല. ചരിത്രത്തിൽ അതുവരെ ഒരു കപ്പലും കര കാണാതെ ഇത്രയധികം ദിവസം തുടർച്ചയായി യാത്ര ചെയ്തിട്ടില്ല. കൊളംബസ് പോലും അമേരിക്കയിലേക്ക് പോയപ്പോൾ ഏകദേശം 33 ദിവസമേ കര കാണാതെ യാത്ര ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഗാമയും സംഘവും 90-ലധികം ദിവസങ്ങളാണ് കരയൊന്നു കാണാതെ ആ നീലമരുഭൂമിയിലൂടെ സഞ്ചരിച്ചത്. കപ്പലിലെ ജീവിതം മടുപ്പിക്കുന്നതായിരുന്നു. രാവിലെ എഴുന്നേൽക്കുക, കപ്പലിന്റെ പായകൾ ശരിയാക്കുക, പമ്പ് ഉപയോഗിച്ച് കപ്പലിന്റെ അടിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുക, പ്രാർത്ഥിക്കുക. ഇത് തന്നെ ദിനചര്യ. വിനോദത്തിന് ആകെയുള്ളത് ചീട്ടുകളിയും കപ്പലിലെ എലികളെ വേട്ടയാടലും മാത്രം. എലികൾ കപ്പലിലെ വലിയൊരു ശല്യമായിരുന്നു. ഭക്ഷണച്ചാക്കുകൾ അവ കരണ്ടു തിന്നു. ചിലപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന നാവികരുടെ വിരലുകളിൽ അവ കടിച്ചു. കടൽ ചിലപ്പോൾ ശാന്തമായിരിക്കും, കണ്ണാടി പോലെ. കാറ്റൊട്ടുമില്ലാത്ത ദിവസങ്ങളിൽ കപ്പൽ അനങ്ങാതെ ഒരിടത്തു തന്നെ നിൽക്കും. ആ സമയത്താണ് നാവികർക്ക് ഏറ്റവും ഭയം. നമ്മൾ ശപിക്കപ്പെട്ടവരാണോ? ഇനി ഒരിക്കലും ഇവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ലേ എന്നവർ പരസ്പരം ചോദിക്കും. കുടിവെള്ളം ചീത്തയായി തുടങ്ങിയിരുന്നു. പായലുകൾ പിടിച്ച് പച്ചനിറമായ വെള്ളം തുണികൊണ്ടരിച്ചാണ് അവർ കുടിച്ചിരുന്നത്. ഉപ്പിട്ട ഇറച്ചി കഴിച്ച് പലർക്കും മടുത്തു. ഇടയ്ക്ക് കടലിൽ നിന്ന് പറക്കുന്ന മത്സ്യങ്ങൾ കപ്പലിലേക്ക് ചാടും. അതായിരുന്നു അവർക്ക് കിട്ടിയിരുന്ന ഏക ഫ്രഷ് ഭക്ഷണം. ഗാമ പക്ഷേ കുലുങ്ങിയില്ല. അദ്ദേഹം എപ്പോഴും കപ്പലിന്റെ അമരത്തുണ്ടാകും. ഭൂപടവും കോമ്പസും നോക്കി അദ്ദേഹം കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് പതറിയാൽ അത് കപ്പലിലെ എല്ലാവരെയും ബാധിക്കുമെന്ന് അദ്ദേഹത്തിനറിയാം. ഇടയ്ക്ക് വലിയ തിമിംഗലങ്ങൾ കപ്പലിനരികിലൂടെ ചീറ്റിക്കൊണ്ടുപോകുന്നത് അവർ കണ്ടു. കടലിലെ ഭീകരസത്വങ്ങളാണെന്ന് കരുതി നാവികർ പേടിച്ചു പ്രാർത്ഥിച്ചു. യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ അത്ഭുതങ്ങളായിരുന്നു അവ. മാസങ്ങൾ 3 കഴിഞ്ഞു. നാവികരുടെ ക്ഷമ നശിച്ചു തുടങ്ങിയിരുന്നു. പലരും ഗാമയ്ക്കെതിരെ പിറുപിറുക്കാൻ തുടങ്ങി. നമ്മൾ വഴിതെറ്റിയിരിക്കുന്നു. ഈ ഭ്രാന്തൻ ക്യാപ്റ്റൻ നമ്മളെ കൊലക്കുരുതിക്കാണ് കൊണ്ടുപോകുന്നത് എന്നവർ രഹസ്യമായി പറഞ്ഞു. കപ്പലിലെ തടവുകാർ പോലും കലാപത്തിനൊരുങ്ങി. പക്ഷേ ഗാമയുടെ കണ്ണുകളിലെ തീക്ഷ്ണത കണ്ട് ആരും നേരിട്ടെതിർക്കാൻ ധൈര്യപ്പെട്ടില്ല. അച്ചടക്കം ലംഘിക്കുന്നവരെ കപ്പലിന്റെ കുടിമരത്തിൽ കെട്ടിയിട്ട് ചാട്ടവാറുകൊണ്ടടിക്കുമെന്ന് ഗാമ മുന്നറിയിപ്പ് നൽകി. യാത്ര തെക്കോട്ട് നീങ്ങുന്തോറും കാലാവസ്ഥ മാറാൻ തുടങ്ങി. ഉഷ്ണമേഖലയിലെ ചൂട് മാറി തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. ആകാശം ഇരുണ്ടു. അറ്റ്ലാന്റിക്കിന്റെ തെക്കേ അറ്റത്തേക്ക് അടുക്കുകയാണ്. തിരമാലകൾക്ക് വലിപ്പം കൂടി. കപ്പൽ ഒരു ചെറിയ കളിപ്പാട്ടം പോലെ തിരകളിൽ ആടിയുലഞ്ഞു. ചിലപ്പോൾ തിരമാലകൾ കപ്പലിന്റെ മുകളിലൂടെ അടിച്ചു കയറി. ഉപ്പുവെള്ളത്തിൽ നനഞ്ഞ് നാവികരുടെ തൊലി വിണ്ടുകീറി. ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. കപ്പലിന്റെ മരപ്പലകകൾ വലിയ ശബ്ദത്തിൽ ഞെരങ്ങി. ഏതു നിമിഷവും കപ്പൽ തകർന്നു പോകുമെന്ന് അവർ ഭയന്നു. അങ്ങനെയിരിക്കെ നവംബർ മാസത്തിന്റെ തുടക്കത്തിൽ ഒരു ദിവസം
ബെറിയോ കപ്പലിലെ ഒരു നാവികൻ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി അലറി വിളിച്ചു, പക്ഷികൾ, അതാ പക്ഷികൾ! എല്ലാവരും ഓടി വന്നു നോക്കി. അതെ, കടൽ പക്ഷികൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നു. പക്ഷികളുണ്ടെങ്കിൽ കര അടുത്തുണ്ടാകണം. നാവികരുടെ മുഖത്ത് മാസങ്ങൾക്ക് ശേഷം ഒരു ചിരി വിരിഞ്ഞു. കുറച്ചു കഴിഞ്ഞ് കടലിൽ ഒഴുകി നടക്കുന്ന മലക്കൊമ്പുകളും ചെടികളും അവർ കണ്ടു. കരയുടെ മണം കാറ്റിൽ അലിഞ്ഞു ചേർന്നതുപോലെ. നവംബർ 1-ാം തീയതി ചക്രവാളത്തിൽ ഒരു കറുത്ത വര പോലെ കര തെളിഞ്ഞു. സന്തോഷം കൊണ്ട് നാവികർ പരസ്പരം കെട്ടിപ്പിടിച്ചു കരഞ്ഞു. 96 ദിവസങ്ങൾക്ക് ശേഷം അവർ മണ്ണിൽ കാലുകുത്താൻ പോകുന്നു. അത് ഇന്ത്യയായിരുന്നില്ല, മറിച്ച് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള ഒരു വലിയ ഉൾക്കടലായിരുന്നു. സെന്റ് ഹെലീന ബേ എന്നാണ് ഇന്നതറിയപ്പെടുന്നത്. ഗാമ കപ്പൽ നങ്കൂരമിടാൻ ഉത്തരവിട്ടു. കരയിലിറങ്ങിയ നാവികർക്ക് കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇത്രയും നാൾ തിരമാലകൾക്കൊപ്പം ആടിയതുകൊണ്ട് ഉറച്ച മണ്ണിൽ നിൽക്കുമ്പോൾ തല കറങ്ങുന്നതുപോലെ അവർക്ക് തോന്നി. അവർ ഓടി നടന്ന് ശുദ്ധജലം ശേഖരിച്ചു. അവിടെ കണ്ട അപരിചിതരായ മനുഷ്യരെ, ഖോയ് വംശജരെ അവർ അത്ഭുതത്തോടെ നോക്കി. ആഫ്രിക്കൻ ഗോത്രവർഗക്കാരായിരുന്നു അവർ. ഭാഷയറിയില്ലെങ്കിലും ആംഗ്യങ്ങളിലൂടെ അവർ ആശയവിനിമയം നടത്തി. തവിട്ട് നിറമുള്ള തൊലിയും മൃഗത്തോലുകൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളും ധരിച്ച, കയ്യിൽ മുളകൊണ്ടുള്ള ആയുധങ്ങളേന്തിയ മനുഷ്യർ. ഗാമയ്ക്ക് ആശ്വാസമായി. തന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയിട്ടില്ല. ആഫ്രിക്കൻ വൻകരയെ വലം വെച്ച് ഏറ്റവും അപകടം പിടിച്ച ഭാഗം അവർ പിന്നിട്ടിരിക്കുന്നു. പക്ഷേ ഗാമയ്ക്കറിയില്ലായിരുന്നു വരാനിരിക്കുന്നത് ഇതിലും വലിയ കൊടുങ്കാറ്റാണെന്ന്. ഗുഡ് ഹോപ്പ് മുനമ്പ് എന്ന കൊടുങ്കാറ്റുകളുടെ മുനമ്പ് അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അറ്റ്ലാന്റിക്കിന്റെ നടുവിലൂടെയുള്ള ആ സാഹസിക യാത്ര വിജയകരമായി പൂർത്തിയായിരിക്കുന്നു. ചരിത്രത്തിൽ വോൾട്ടാ ദോ മാർ, അല്ലെങ്കിൽ കടലിലെ വലിയ വളവ് എന്ന് പിന്നീട് അറിയപ്പെട്ട ആ തന്ത്രം നാവിക ചരിത്രത്തിലെ ഏറ്റവും മികച്ച നീക്കങ്ങളിലൊന്നായിരുന്നു. ആ വലിയ സമുദ്രത്തെ അവർ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. സെന്റ് ഹെലീന ബേയിലെ കുറച്ചു ദിവസത്തെ വിശ്രമത്തിന് ശേഷം കപ്പലുകൾ വീണ്ടും അനങ്ങി തുടങ്ങി. പക്ഷേ ആ തുടക്കമത്ര ശുഭകരമായിരുന്നില്ല. അവിടെയുള്ള ഗോത്രവർഗക്കാരുമായി ചെറിയൊരു കശപിശയുണ്ടായി. ഗാമയുടെ കാലിൽ ഒരു കുന്തം കൊണ്ട് മുറിവേൽക്കുകയും ചെയ്തു. രക്തം വാർന്ന കാലുമായി മുടന്തിയാണ് അദ്ദേഹം കപ്പലിലേക്ക് കയറിയത്. എന്നാൽ വരാനിരിക്കുന്ന വലിയ വിപത്തുകൾക്ക് മുന്നിൽ ആ മുറിവൊന്നുമല്ലായിരുന്നു. അവരുടെ മുന്നിൽ ഇപ്പോൾ തലയുയർത്തി നിൽക്കുന്നത് ആഫ്രിക്കയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ മുനമ്പാണ്. ഇന്നത്തെ ലോകം അതിനെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അഥവാ പ്രത്യാശയുടെ മുനമ്പ് എന്ന് വിളിക്കുന്നു. എന്നാൽ അന്ന് നാവികർ അതിനെ വിളിച്ചിരുന്നത് കബോ ദാസ് ടോർമെന്റാസ് അഥവാ കൊടുങ്കാറ്റുകളുടെ മുനമ്പ് എന്നായിരുന്നു. ആ പേര് വെറുതെയിട്ടതല്ല എന്ന് ഗാമയ്ക്കും കൂട്ടർക്കും വൈകാതെ മനസ്സിലായി. കപ്പലുകൾ തെക്കോട്ട് നീങ്ങുന്തോറും കടലിന്റെ സ്വഭാവം മാറിമറിഞ്ഞു. ആകാശം കറുത്തിരുണ്ടു. പകൽ പോലും രാത്രിയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. കടൽ ഇരമ്പാൻ തുടങ്ങി. സാധാരണ തിരമാലകളല്ല, മലയോളം വലിപ്പമുള്ള തിരകളാണ് അവിടെ ഉയരുന്നത്. അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും കൂട്ടിമുട്ടുന്ന സ്ഥലമാണത്. 2 മഹാസമുദ്രങ്ങളുടെ ശക്തികൾ തമ്മിലുള്ള യുദ്ധമാണ് അവിടെ നടക്കുന്നത്. കപ്പലുകൾ ആ തിരമാലകളിൽപ്പെട്ട് ഒരു ഉണക്ക ഇല പോലെ ആടിയുലഞ്ഞു. പായ്മരങ്ങൾ ഒടിഞ്ഞു വീഴുമോ എന്ന് നാവികർ ഭയപ്പെട്ടു. കാറ്റിന്റെ വേഗത കാരണം പായകൾ ചുരുട്ടിക്കെട്ടാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. കപ്പലിനുള്ളിലെ അവസ്ഥ ദയനീയമായിരുന്നു. പാത്രങ്ങളും പെട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചു വീഴുന്നു. നാവികർക്ക് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. പലരും കടൽ ചൊർക്ക് കാരണം ഛർദ്ദിച്ച അവശരായി. ഇതിനിടയിൽ ഇടിവെട്ടും മിന്നലും. ഓരോ മിന്നലിലും കടലിന്റെ ഭീകരരൂപം അവർ കണ്ടു. ഇവിടെ ലോകം അവസാനിക്കുകയാണ്, ഇനി മുന്നോട്ടു പോയാൽ നരകമാണ് എന്ന് നാവികർ നിലവിളിച്ചു. അവർ ഗാമയോട് കെഞ്ചി, നമുക്ക് തിരിച്ചു പോകാം ക്യാപ്റ്റൻ, ഈ രാക്ഷസ തിരമാലകളെ ജയിക്കാൻ മനുഷ്യന് കഴിയില്ല. പക്ഷേ ഗാമ വഴങ്ങിയില്ല. കപ്പലിന്റെ ഡെക്കിൽ നനഞ്ഞു കുതിർന്ന് ഒരു കൈകൊണ്ട് വടത്തിൽ മുറുകെ പിടിച്ച് അദ്ദേഹം നിന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ലക്ഷ്യത്തിൽ മാത്രമായിരുന്നു. പോർച്ചുഗലിലെ രാജാവിന് കൊടുത്ത വാക്ക് പാലിക്കാതെ തിരിച്ചുപോയാൽ അത് മരണത്തേക്കാൾ വലിയ അപമാനമാണ്. ദൈവം നമ്മളെ ഇത്രയും ദൂരം കൊണ്ടുവന്നത് മുക്കിക്കൊല്ലാനല്ല എന്ന് അദ്ദേഹം നാവികരോട് അലറി പറഞ്ഞു. ദിവസങ്ങളോളം ഈ നരകയാത്ര തുടർന്നു. ഉറക്കമില്ലാത്ത, വെളിച്ചമില്ലാത്ത ദിവസങ്ങൾ. ഒടുവിൽ നവംബർ 22-ാം തീയതി ഉച്ചയോടെ കാറ്റിന് ശമനമുണ്ടായി. മേഘങ്ങൾ മാറി സൂര്യനെത്തി നോക്കി. അവരുടെ കപ്പലുകൾ ആ വലിയ കടമ്പ കടന്നിരിക്കുന്നു. ആഫ്രിക്കയുടെ മുനമ്പ് അവർ ചുറ്റിയിരിക്കുന്നു. നാവികർക്കത് വിശ്വസിക്കാനായില്ല. അവർ മരണത്തിന്റെ വക്കിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. മുനമ്പിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ 2 സമുദ്രങ്ങളുടെ സംഗമം കാണാം. ആ കാഴ്ച അവർക്ക് പുതിയൊരു ഊർജം നൽകി.
ഇനി കപ്പൽ വടക്കോട്ട് കിഴക്കൻ തീരത്തേക്ക് തിരിക്കാം. ഇന്ത്യൻ മഹാസമുദ്രം അവരെ സ്വാഗതം ചെയ്യുകയാണ്. ഗാമയുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചില്ല.